ഞാൻ പക്ഷെ ഡീസന്റ് സ്റ്റെഫി. നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡ് പോലെ. ഇതുപോലത്തെ ഒരു ഭാര്യയെ കിട്ടാൻ പുണ്യം ചെയ്യണം. സ്റ്റെഫിനെ പേടിക്കണ്ട, കുഴപ്പമില്ല. പക്ഷെ തിരിഞ്ഞു കിടക്കുന്ന കരിയില ഞാൻ മറിച്ചിടാത്തോണ്ടാ ഞാൻ. ഗൈസ് അങ്ങനെ തേർഡ് ഡേ ഇൻ ദുബായ് ഒരു പ്രാന്തനതി കൂടെ നടക്കുന്നുണ്ട്. ലാസ്റ്റ് കാണിച്ചു തരാം ആരാന്ന്. നമ്മളെ ഇന്നത്തെ അജണ്ട എന്താണെന്ന് ചോദിച്ചേട്ടാ? അതാ ഞാൻ ചോദിച്ചത്, എന്താ ഇന്നത്തെ അജണ്ട? എനിക്ക് പോയിട്ട് നല്ല ഉപ്പിട്ട കഞ്ഞി കുടിക്കണം. അത് കഴിഞ്ഞ് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, അങ്ങനത്തെ കുറച്ച് പരിപാടികള്. എന്താ ഗ്യാപ്പ് ഇട്ട് നിക്കണേ? എടാ നിന്നെ കണ്ടപ്പോ ഒരു യുവ കോമളനെ പോലെ ഉണ്ട്. നേരത്തെ കല്യാണത്തിന് മുമ്പോ പ്രണവ് മോഹൻലാൽ, ഇപ്പോഴോ ശരിക്കും മോഹൻലാൽ. പണ്ടെല്ലാം ദിവസം കുളിക്കാറില്ല. ബാത്റൂമിൽ കേറിട്ടെ 5 മിനിറ്റ് കേറിയിട്ട് കുളിച്ചു എന്ന് പറയാൻ. ഒന്നും അറിയില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കി എന്താണ് അത്? കല്യാണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതമായി പറയുന്നത്. പക്ഷെ ഇപ്പൊ നീ ഭയങ്കര വൃത്തിയായി, ഭയങ്കര സെറ്റപ്പായി, ഭയങ്കര ലുക്കായി. കയ്യില് ഗോൾഡൻ വളയായി, മോതിരം സ്വർണത്തിന്റെ, കഴുത്തിൽ സ്വർണ്ണമാല. പണ്ടിനൊക്കെ പണയത്തിലായിരുന്നല്ലോ, ഇപ്പൊ തിരിച്ചു വന്നു. എങ്ങനെ സാധിക്കണം? അതൊക്കെ കല്യാണം കണ്ടൊക്കെ പറയണം. സ്റ്റെഫിനെ പേടിക്കണ്ട, കുഴപ്പമില്ല. പക്ഷെ ഒരു വീട്ടുകാരും കൂടെ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ ഒന്ന് സൂക്ഷിച്ച് സംസാരിച്ചാൽ. അവരെല്ലാം എന്റെ അമ്മ അപ്പന്മാരാണ്. അമ്മ അപ്പന്മാരോ? രണ്ടപ്പനും രണ്ടമ്മ. ഞാൻ ഗ്രാമർ യൂസ് ചെയ്യുന്നതാ. അങ്കിളെന്നല്ലേ വിളിക്കുന്നത് സ്റ്റെഫിയുടെ ഫാദറിനെ? കഴിഞ്ഞ വീഡിയോ കണ്ട് കുറെ പേര് മെൻഷൻ ചെയ്തു ജിതിൻ ഭായിയുടെ എനർജി ഭയങ്കര കുറവാണ്, എന്ത് പറ്റി ജിതിൻ ഭായ്, പണ്ടത്തെ ജിതിൻ ഭായിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. തെറിച്ച് നടക്കണ ജിതിൻ ഭായ് എവിടെ? ഇപ്പൊ മറ്റേ തെറിയുടെ ആ സാധനം തട്ടിക്കളച്ച് കുടുംബജീവിതമൊക്കെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഒന്ന് ഒതുക്കും പയ്യ. കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യും വീണ്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എഫട്ടെ മോനെ പോയ വഴിക്ക് പുല്ല് മുളച്ചിട്ടില്ലല്ലോ. അല്ല, വ്ളോഗ് തുടങ്ങുന്നതായിരിക്കും ഗൈസ്. അതിനുള്ള ഞങ്ങൾ തയ്യാറെടുപ്പ് എടുത്തോണ്ടിരിക്കുകയാണ്. എടാ ജിതിന്, നമുക്ക് ഇന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കഞ്ഞി. നിങ്ങൾ രണ്ടുപേർക്കും. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും കഞ്ഞിയാണ്. അല്ല അങ്ങനല്ല, നിങ്ങൾക്ക് ഞാൻ എന്നാ കഞ്ഞിന്റെ വെള്ളം ഊറ്റിട്ട് അരി നിനക്ക് തരാം. ലുലുവിൽ എവിടെയെങ്കിലും പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കണം, ഗ്രോസറീസ്. ഡേ ടു ഡേയിൽ കഞ്ഞി പയറൊക്കെ കിട്ടും, പൊട്ടാ കിട്ടും. ഇപ്പൊ അതൊക്കെ കിട്ടും, കാലം മാറി. നീയിപ്പൊ അവിടെ നിന്നാണ് വാങ്ങണത്? ഞങ്ങളിപ്പോ ലുലു കാരിഫോർ മാത്രമേ. ഗൈസ്, അപ്പോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ജിതിൻ ഭായിയുടെ ഒപ്പം ഇന്നൊരു ഷോപ്പിംഗ് വിപ്ലവമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. കഞ്ഞി കുടിച്ചുകൊണ്ട് നമ്മളുടെ ദുബായിലെ ജൈത്രയാത്ര അഥവാ അപ്പൊ നിങ്ങൾക്കും കാണാവുന്നതാണ് എങ്ങനെയാണ് ഇവിടെ നമ്മൾ ഗ്രോസറി ഷോപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. എങ്ങനെയാണ് ഇവിടെ ഷോപ്പ് ചെയ്യുന്നത്? അരിയുടെ വില അവിടെ നോക്കും, ഇപ്പുറത്ത് നോക്കും, എന്നിട്ട് കുറഞ്ഞ അരി എടുക്കും. പണ്ട് ഇവനെന്തോ നമുക്ക് എന്തും വിളിക്കാം. ഇപ്പൊ ചെറിയൊരു അവളൊന്നും നൈസാണ്, കൂളാണ്. അല്ല അങ്ങനെയല്ല, ഒരു ഭാര്യക്കും ഭർത്താവിനും മോശമായി പ്രത്യേകിച്ച് സ്റ്റെഫിക്ക്. കാരണം ഷീ ലവ്സ് യു ലൈക്ക് എ ഡാർലിംഗ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം. നമ്മളല്ല, നീ. ഞാൻ പണ്ടും മര്യാദയ്ക്ക് സംസാരിക്കാറ്. പണ്ടിട്ട് ആട്ട് വരുന്നവനെ. സ്റ്റെഫി എന്തെങ്കിലും ജിതിനെ മോശമായിട്ട് ഇവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇവരുടെ അടുത്ത് ചോദിക്കണേ. ഞാൻ പക്ഷെ ഡീസന്റ് സ്റ്റെഫി. നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡ് പോലെ. അല്ല, നിങ്ങളെനിക്ക് രണ്ടുപേരും പണ്ട് ഡൗട്ട് ഉണ്ടായിരുന്നതാ. അതെ, എനിക്ക് ഇപ്പോഴും പറഞ്ഞിട്ട്. എന്ത്? അല്ല, അങ്ങനത്തെ അല്ല. ഞാൻ അന്നെന്ത് ന്യൂ ഇയറിന്റെ അന്ന് രാത്രിയില് ഞാൻ അവിടെ എന്തിനാ ജിതി കാണാതെ നിങ്ങളാ ഇഷ്ടത്തിലാണ്. ന്യൂ ഇയറിന്റെ അടുത്ത് രാത്രി അതേ ചേട്ടൻ താഴെ വരൂ നമ്മ വിളിച്ചിക്കണ്. ഞാൻ സംശയിക്കണ്ടേ? അവനെന്തിനാ താഴെ? അതുവരെ കുഴപ്പമുണ്ടായില്ല. അന്ന് പള്ളിയിലെ കഴിഞ്ഞവൻ ചുറ്റി വളഞ്ഞ് ഏതോ പള്ളി പോയിട്ട് അതേച്ചാണ് വിളിക്കും, താഴെ വരൂ കാണാനാണ്. ഗൈസ്, ഈ തള്ളക്ക് പ്രാന്താണ്. ഇവളിങ്ങനെ സത്യം. നിങ്ങൾ ആരും വിചാരിക്കരുത് കേട്ടോ. വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്, ദാറ്റ്സ് ഇറ്റ്. ഗൈസ്, അങ്ങനെ നമ്മൾ കരാമയിലുള്ള കഞ്ഞിക്കടയിൽ വന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് എനിക്ക് ഞാൻ ഭയങ്കര കഞ്ഞി ഫാനാ. അപ്പൊ അതിച്ചോളം ഇവന്റെ ഫാനായത്. അങ്ങനെ നമ്മള് കഞ്ഞി കഴിക്കും. ഞാൻ തൈര് കഞ്ഞിയാ പറഞ്ഞ, ഇവര് മീൽസാ പറഞ്ഞു. അപ്പൊ എന്തൊക്കെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കഞ്ഞിയുടെ സൈഡ് ഡിഷസ് വന്നിട്ടുണ്ടോ? മാങ്ങാച്ചാറ്, പയറ്, തേങ്ങ ചമ്മന്തി, ഇത് ഡേറ്റ്സ് വെച്ചെന്തോ, പിന്നെ കൊണ്ടാട്ടം. ഇതെന്താടാ? ഇതന്നെ കഞ്ഞിയുടെ കൂടെ അതൊന്ന് നോക്കിയത്.
ഇഞ്ചമ്പുളി ആയിരിക്കും. ഇഞ്ചമ്പുളി എന്താ ഈ കളറ്? ഇഞ്ചമ്പുളിക്ക് നീ കളറല്ലേ, ബ്രൗൺ കളറല്ലേ അല്ല, കുറച്ച് ബ്ലാക്ക് പോലെ ഇരിക്കും. അത് നമ്മുടെ വീട്ടില് കേടായ പുളി വരുത്തണോണ്ടാ. ഓക്കെ, ഇവിടെ വന്നിട്ട് ചമ്മന്തി ഉണ്ട്, കാബേജ് തോരൻ പോലത്തെ ഒരു സാധനം ഉണ്ട്. ഇത് വന്നിട്ട് വേറൊരു കറി ഉണ്ട്, പപ്പായ ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ രസമുണ്ട്, പായസം ഉണ്ട്, പപ്പടം ഉണ്ട്, കരിങ്കാലി വെള്ളം ഉണ്ട്, സ്റ്റെഫി ഉണ്ട്. കണ്ടോ, ഫോൺ അല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ജിതിന്റെ ഒപ്പം സ്റ്റെഫി. അതാണ് നിങ്ങളുടെ ആത്മാർത്ഥ പ്രണയം. ഓക്കെ, അപ്പൊ ജിതിൻ ബ്രോ ഇപ്പൊ നമ്മൾ ഫുഡ് അടിയിലേക്ക് മത്തി ഇപ്പൊ വരും. മത്തി വരുന്നുണ്ട്. ചാളവർത്തം വരും. നിങ്ങളുടെ അവിടെ ചാള ചാള ഈ ലോക്കൽ പേരാ വൈ. മത്തി എന്നൊക്കെ പറയുന്നത് സ്റ്റാൻഡേർഡ് മത്തി. ചേട്ടാ ഞാൻ ഡയറ്റിംഗ് ആണേ. ഇത് വലിയ തവി കഴിച്ചോ. അതിന് ശകലം ഇത് അധികമായി പോയി. മീൻചാറ ഫ്രീ ആയി കിട്ടുമെന്ന് ചോദിച്ചോട്ടോ. തന്നില്ലെങ്കിൽ ഇന്ന് കട കൂട്ടും. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫുഡ് അടി പരിപാടികളൊക്കെ കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാം. എവിടെയാണ് പോണേ? അങ്ങനെ നമ്മൾ നെസ്റ്റോയിലെത്തി. ഏതോ ഒരു നെസ്റ്റോ അവൻ കൊണ്ടുവന്നു. ഞാൻ ആദ്യമായിട്ട് നെസ്റ്റോയിൽ നമ്മൾ വന്നിട്ടുണ്ടോ. അപ്പൊ നെസ്റ്റോ കയറി നമുക്ക് ചെറിയ ചെറിയ വലിയ കുറേ ഗ്രോസറി ഒന്നും ഇല്ല പണ്ടത്തെ പോലെ. ഡയറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. മുട്ട ഇരിപ്പുണ്ട്, ഭാഗ്യം. ചിക്കൻ കട്ട് ചെയ്യാൻ കൊടുക്കണം. ബ്രസ്റ്റ് പീസ് മാത്രം വാങ്ങിയാൽ മതി. കാല് കഴിക്കുമോ നീ? അല്ലെങ്കിൽ അപ്പൊ ബ്രസ്റ്റ് പീസ് ഞാൻ 2 എടുക്കണം കേട്ടോ. ഉപ്പും പഞ്ചസാര വേണം, കുരുമുളക് വേണമായിരുന്നു, പക്ഷെ അത് കാണാനില്ല. അപ്പൊ നൂഡിൽസ് ഒന്നും വേണ്ട. നിനക്ക് വേണോ? ഞാനപ്പോ ചിക്കനും കുറെ പൊടികളൊക്കെ, കുറെ അല്ല, ഉപ്പും മുളകും മഞ്ഞളും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് കട്ടിംഗ് ബോർഡും കൂടെ വേണോടാ, അത് ശരിയാവില്ല. വാഷിംഗ് പൗഡർ, ടിഷ്യൂ ബോക്സ്. കട്ടിംഗ് ബോർഡ് അല്ലേ, അതൊരെണ്ണം വീട്ടിൽ ഇരിപ്പുണ്ട്, ചെറുത്, യൂസ് ചെയ്യാത്തത്. ഇനി എന്താ അടുത്തത്? സത്യത്തിൽ നിനക്ക് ഇവിടെ കുക്കിംഗ് ആണോ പണി? കുടുംബസ്ഥൻ. 14 രൂപയോ? ഒരു മാസത്തേക്ക് വന്നേക്കണേ. അപ്പൊ ചെറുത് മതി. ഇപ്പൊ പാത്രം കഴുകണ ഡിഷ് വാഷിന്റെ ലിക്വിഡും പിന്നെ സ്ക്രബ് 3 എടുത്താല് 9 dirhams ഉള്ളൂ. ബാക്കി നമുക്ക് തിരിച്ചു വെക്കാം. ഡുബിസെല്ലോ നൂണിലോ ഇടാം. ആണോ? നൂണിൽ ഇടാനാണോ? അല്ല, അതിനും 3 അതെ. പച്ചക്കറി സെക്ഷനിലാണ് ഗൈസ്. അത് ലിപ്പ് കൊടുത്താൽ മതി. പറഞ്ഞോ. നമ്മളിനി ഇഞ്ചി വെളുത്തുള്ളി ചിക്കനൊക്കെ വാങ്ങിയതല്ലേ, അപ്പൊ അതിന് കുറച്ച് ഫ്ലേവർ ഒക്കെ കൊടുക്കാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണമല്ലോ. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ചോളം വേണോ? ചോളം അല്ല, നിനക്ക് സാലഡിൽ ഇടാൻ സവാള ഇല്ലാണ്ട് എന്ത് ഇന്ത്യൻ കിച്ചൺ. ഗൈസ്, നമുക്ക് ഇനി അവക്കാഡോ എടുക്കാം. പഴം വേണോ? പഴം കരിക്ക് വേണോ? ഞങ്ങളുടെ വീട്ടിൽ കേസായി ഇപ്പൊ എടുക്കുന്നേ. ബിയറിന്റെ അല്ല, കരിക്കിന്റെ. തൈരും പാലും വേണോ? ഇതുപോലത്തെ ഒരു ഭാര്യയെ കിട്ടാൻ പുണ്യം ചെയ്യണം. വെള്ളം എടുക്കണോ? വെള്ളം കുടി. വെള്ളം വേണം. കട്ടിംഗ് ബോർഡും നോക്കാം. കട്ടിംഗ് ബോർഡ് വാങ്ങിക്കാണ്ടൊന്നും പോവില്ല. ഇത് കട്ട് ചെയ്യോ? എന്തായാലും അവർക്കൊരു ബ്രാൻഡിങ് ആവും. അങ്ങനെ ചെലവ് കുറച്ച് ജീവിക്കണം. പശുവുമ്പയുടെ മുട്ടായി. ഇതെന്നാ സ്ലേറ്റോ? മറ്റേ കത്തി ഇപ്പോഴും നേപ്പാളി കത്തി. നടക്കാൻ പോകുമ്പോ ഇപ്പൊ അര വെച്ചോണ്ടാവും. അപ്പൊ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിംഗ് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയി ബാക്കി എന്താ കുറവുള്ളതെന്ന് വെച്ചാൽ അത് വന്ന് വാങ്ങിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ പരിപാടി. എല്ലാം ഇപ്പൊ കുറവേ ഉള്ളൂ. ആവശ്യമില്ലാത്തതെല്ലാം ആയിട്ടുണ്ട്. ആവശ്യമുള്ള ഒന്നും ആയിട്ടില്ല. പെപ്പർ വേണം, മുളക് പൊടി വേണ്ട. മുളക് പൊടി വേണ്ട, പെപ്പർ മാറ്റണം. അപ്പൊ പിന്നെ മുളക് പൊടി വെച്ച് നിങ്ങൾ ചിക്കൻ കറി വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നത്? കറി അല്ലല്ലോ ഉണ്ടാക്കണേ, സാലഡ് ഉണ്ടാക്കുമ്പോ അതിന് ഒരു ഡ്രസ്സിങ് വേണമല്ലോ. എന്താ ഡ്രസ്സിങ് എന്ന് ഉദ്ദേശിച്ചത്? ഇനി വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം ഡ്രസ് ചെയ്യാൻ. നമ്മള് മറ്റേ ഇത് ചെയ്യുമ്പോ മമ്മി ബദാമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ ജ്യൂസ് പോലെ ആക്കിയിട്ട് അത് സാലഡിലാക്കി തരില്ലേ? അത് മമ്മി ഇതൊന്നും പരീക്ഷിക്കാതിരിക്കരുത്. പാവപ്പെട്ടവര് ഇത് ബദാം വാങ്ങിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, പക്ഷെ മിക്സി ഇല്ല. എന്താ വേണ്ടേ? നന്നായി ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ട് മിക്സി. ഞാൻ ഡെയിലി ബദാം പൊടിപ്പിച്ചോണ്ട് അല്ല, ഇത് പറ വേറെ ക്രഷ്ഡ് ബദാമോ എന്താ? അല്ല, നീ ഒരു പണി ചെയ്താൽ മതി. ബദാം ഞാൻ വാങ്ങിത്തരാം. അത് നാളെ ഞാൻ വെള്ളത്തിൽ ഇട്ടുതരാം. നീ അത് ജ്യൂസ് ആക്കി തരാം എനിക്ക്. നീ ഇപ്പൊ 1 കിലോയുടെ ബദാം കൊടുത്താ തിരിച്ചു വരുമ്പോ 1/2 കിലോ ഉണ്ടാവുള്ളൂ. ഇവനല്ലേ കൊടുക്കണത്. റോസ്റ്റഡാ ഞങ്ങൾക്ക് ഇഷ്ടം. മോഷണം നിനക്ക് ഇഷ്ടം? അത് ഞങ്ങൾക്ക് അറിയാം. ഡ്രസ്സിങ് പറ. അല്ല, ഇതിലാ ജസ്റ്റ് ബദാമിന്റെ തൊലി കളയാ. നീ ഫ്രീ ആയിട്ടിരിക്കാല്ലേ വീട്ടില്? ഞാനൊരു കാര്യം പറയട്ടെ, 2 ബദാം തന്നിട്ട് ഞാൻ കടിച്ചിട്ട് അപ്പൊ നല്ല ജ്യൂസിയാണ്. ഞാൻ പറയാം,
ഞാൻ വെള്ളത്തിലിട്ട് വേണമെങ്കിൽ തൊലി കളഞ്ഞു തരാം. നീ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് കുഞ്ഞു മിക്സിയിൽ ഇടാൻ, കുറച്ച് വെള്ളം ഒഴിക്കുക, അതിന് ജ്യൂസ് പരിവാക്കിയിട്ട് എനിക്ക് തരാം. എന്റെ പെണ്ണുപിള്ളയോട് ചോദിച്ചാൽ തിരിഞ്ഞു കിടക്കുന്ന കരിയില ഞാൻ മറിച്ചിടാത്തോണ ഞാൻ. അല്ല, നിന്നെ നീ എന്താ ഞങ്ങളെ വീട്ടിലേക്ക് വിളിക്കണേ? അന്ന് ഞാൻ ബദാമായിട്ട് വരാം. എന്നിട്ട് ആ ബദാം ഞാൻ അരച്ചോണ്ട് തിരിച്ചു കൊടുക്കുന്നത്. അത് മതി. എനിക്ക് 2-3 ബദാം കൂടി വാങ്ങണോടാ. 3 ബദാം അല്ല, അങ്ങനെ മീൻ കുറച്ച് ബദാം, ഒരു 250 ഗ്രാം കോഴിക്ക് കൊടുക്കാൻ. അത് എന്നിട്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ട് കൊണ്ടുവരാം. എന്നാ വിളിക്കണേ? ശനിയാഴ്ച അല്ലേ? അതുവരെ എന്ത് കൊടുക്കുന്നതാണ്? അതുവരെ ഓരോ ബദാം വെച്ച് ചവച്ചിട്ട് തുപ്പിയാൽ മതി. വേറെ വല്ലതും ഡ്രസ്സിങ് വേണോ? ഗൈസ്, ഇത് എന്റെ ഫേവറേറ്റ് സംഭവമാണ്. ഇതിന് കുറേ ഓറഞ്ച്, ഒട്ടും വെള്ളം മിക്സ് ചെയ്യാണ്ട് ഷുഗർ മിക്സ് ചെയ്യാണ്ട് നമുക്ക് കിട്ടും. ഇത് കുടിച്ചിട്ട് വീണ്ടും വെച്ചോ? നല്ല ഐഡിയ ആണല്ലോ. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് ഇത്രയധികം സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. എല്ലാം സെറ്റാണോ എന്ന് ഞാൻ വിചാരിക്കണു. പിന്നെ അവിടെ പോയിട്ട് നോക്കണം ഏതൊക്കെയാണ് മിസ്സിംഗ് എന്നൊക്കെ. അതാണ് പേടി. കുഴപ്പമുണ്ടാവില്ല. ഉള്ളത് വെച്ച് ഞാൻ സാലഡ് ഉണ്ടാക്കി തരും, വെച്ചിട്ട് കഴിക്കും. 176 ദിറംസ് അല്ലേ? ഒരാഴ്ച ഓടിക്കാം. ബദാം അവൻ അരച്ചു തന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് തരാം. ബദാമിന് വാങ്ങിച്ച നീ? ഇല്ല, അത് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ, എപ്പോഴെങ്കിലും വാങ്ങിയാൽ മതി. ജിതിൻ ഭായ്, കേറിക്കോട്ടെ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ പോയി കുറച്ച് ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഗൈസ്. അതുവരെയ്ക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ബൈ ബൈ. മിസ്റ്റർ അജയ് സ്റ്റീഫൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും നമ്മൾ എന്തൊക്കെയാണ് വാങ്ങി. അപ്പൊ നമ്മള് വാങ്ങിച്ച സംഭവങ്ങളെല്ലാം ഒതുക്കി പറക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന പരിപാടി. ഫ്രിഡ്ജ് കാലിയായിരുന്നു. അപ്പൊ ഇപ്പൊ ഇതിന്റെ അകത്തേക്ക് ഇപ്പൊ ഏകദേശം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മുട്ടയുണ്ട്, തൈരുണ്ട്, പാലുണ്ട്, അവക്കാഡോ വാങ്ങിച്ചു. ഇതിൽ വന്നിട്ട് ആപ്പിൾ വാങ്ങിച്ചു നമ്മള്, പേരയ്ക്ക, ഫിലിപ്പിനോ ബനാന, ചെറുനാരങ്ങ, വെളുത്തുള്ളി, പിന്നെ മറ്റേ സാധനം ബെൽ പെപ്പർ, ചിക്കൻ, പിന്നെ ബ്രൗൺ ബ്രെഡ് വാങ്ങിച്ചു, കട്ടിംഗ് ബോർഡ്, തൈര്, മഞ്ഞൾപ്പൊടി, ഇത് തള്ളക്ക് ഷാമ്പു. തള്ളക്കെന്ന് വെച്ചാൽ എന്റെ അമ്മക്കല്ലാട്ടോ, ഈ തള്ളക്ക്. അത് ആക്ച്വലി പുതിയ വേരിയന്റ് ലോറിയന്റെ ഒന്ന് കാണിച്ചു കൊടുത്താൽ പിള്ളേർക്കൊക്കെ ഇഷ്ടാവും. എന്താ പുതിയൊരു വേരിയന്റ് ആ ലോറിയലിന്റെ. പുതിയ ഏതാന്നറിയോ? മറ്റേ ഫോർ ഓയിലി സ്കാൽപ്പ് ആൻഡ് ഡ്രസ്. പിന്നെ ഇത് ഞാനൊരു അഡാപ്റ്റർ വാങ്ങിച്ചത്. ഇത് വന്നിട്ട് ഇഞ്ചി, ഏരിയല് ഡിറ്റർജന്റ് പൗഡർ. ഇവിടെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു ഏരിയല് വാങ്ങിച്ചു. ഇത് മൊത്തം എല്ലാം കൂടി ഏകദേശം 176 ദിറംസിന്റെ അടുത്തായി. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ്. വെള്ളം വാങ്ങിക്കണം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് പരിപാടി. ആകെ ടയേർഡാണ്. ഇനി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ഫുഡൊക്കെ അടിച്ച് ബാക്കി പരിപാടിയിലേക്ക് കിടക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.